ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് ചക്ക വിശേഷമൊക്കെ പറയാം. അതിനായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ ചക്ക നടുവേ കീറി നിങ്ങൾ ചക്കപ്പഴം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഒരു പടവലം മെഴുക്കുവരട്ടി വെച്ചത് ഞാൻ കാണിച്ചില്ലേ, ഇത് വേറെ പടവലമാണ്. അത് നിൽക്കുന്നു ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലല്ലോ, അതെന്താണ് കാണാൻ പറ്റാത്ത? അതേപ്പോൾ കാണാൻ പറ്റും. ഇതും പറിക്കാറായി. ഇതിന് വേറെ ഒരു ഡിഫറെൻറ്റ് ഡിഷ് വെക്കണം. എൻ്റെ മുരിങ്ങയെല്ലാം ഉണങ്ങിപ്പോയി, പക്ഷെ അത് പടവലം കയറി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് പടവലം ഇങ്ങനെ കഴിക്കാം. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പേരയ്ക്ക. കണ്ടോ, പേരയ്ക്ക ആദ്യം കുറച്ചുണ്ടായി, പിന്നെ കുറേ നാളത് റെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അതേ 3 ഉണ്ട്. വവ്വാലിനെ പേടിച്ച് കവറൊക്കെ ഇടണമെന്നോർത്ത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് പറ്റില്ല. എന്താണെങ്കിലും നോക്കാം, വവ്വാലാണോ നമ്മളാണോ കഴിക്കുന്നതെന്ന്. അടുത്ത് എൻ്റെ ചക്കയാണ്. ഒരു ചക്ക പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് മറ്റ് 2 ചക്ക കൂടെ. ഇപ്പോൾ 2 ഉണ്ടെന്നേ ഉള്ളൂ. എന്താണോ ഒന്ന് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഉണ്ടായ ചക്കയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ. അപ്പം അത് കാരണം പറിച്ച് വീട്ടിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത് പഴുത്തുമെന്നാണ് തോന്നുന്നത്. പിന്നെ അടുത്ത എൻ്റെ ചാമ്പയ്ക്ക കഴിക്കാം. കണ്ടോ, ചാമ്പയ്ക്ക ആയിട്ടുണ്ട്, പറിക്കാറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ഒന്നും പറിക്കാറായിട്ടില്ല. ഇന്നതാണ്ട് എപ്പോഴും വാഴക്കൂമ്പ് തോരൻ വെക്കാം. വാഴയില മിക്കവാറും ഇങ്ങനെ എപ്പോഴും വാഴക്കൂമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഴക്കൂമ്പ് തോരൻ വെക്കാറുണ്ട്. ഞാൻ പറിച്ചു വെച്ചേക്കുന്ന ചക്ക എവിടം വരെ ആയെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഞാൻ പേപ്പർ പൊതിഞ്ഞ് വെച്ചിരിക്കുവാണ്. കാര്യം ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ മക്കൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പഴുപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആദ്യം ഉണ്ടായ ചക്കയാണ്. എൻ്റെ ഷോർട്ട് പ്ലാവിലുണ്ടായ ഷോർട്ട് ചക്കയാണ്. കുറച്ച് ചുള മാത്രമേ അകത്തുള്ളൂ. ഇത് ഞാൻ കീറി നോക്കിയപ്പോൾ നല്ല മണം വന്നിട്ടാണ് കീറി നോക്കിയത്. അപ്പോൾ കീറി നോക്കിയപ്പോൾ നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. പഴുത്തത് മാത്രമല്ല, ഞാനൊരു ചുളയെടുത്ത് ടേസ്റ്റ് ചെയ്തപ്പം നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ഗാർഡനിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു ഗൈസ്.